ഒരു പ്രസംഗത്തിന്റെ പേരിൽ ഇപ്പോൾ കേസ് എടുത്തിരിക്കുകയാണ്. എന്താണ് അതിന്റെ പ്രതികരണം? എനിക്ക് മനസ്സിലാത്ത എന്തുകൊണ്ടാണ് കേസെടുത്തതെന്ന്. ഞാൻ അതിലൊന്നും ഒരു മതത്തിൻ്റെ എതിരായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആനന്ദ് കുമാർ ഹെഗ്ഡെ പറഞ്ഞു 400 കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന മാറ്റും. നമുക്കറിയാം BJPക്ക് ഒരു രാജ്യം, ഒരു ഭാഷ, ഒരു വസ്ത്രം, ഒരു തെരഞ്ഞെടുപ്പ്. പിന്നെ ഞാൻ വേറൊരു ഉദാഹരണം തരാം. മണിപ്പൂരിൽ 200-ലധികം ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ശേഷം എന്ത് നടപടിയെടുത്തത്? അടുത്ത മുഖ്യമന്ത്രി രാജിവെച്ചോ? ഇല്ല. അവിടെ പ്രസിഡൻസ് റൂൾ വന്നോ? ഇല്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയോ? ഇല്ല. അപ്പം ഞങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് ഈ സർക്കാരിൽ? ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അതിൻ്റെ മേലെ 3 കൊല്ലം മുമ്പേ ധരം സൻസദ് എന്ന് പറഞ്ഞിട്ട് ഉത്തരാഖണ്ഡ് പറഞ്ഞിട്ട് മുസ്ലിംസിന് ജനസൈഡ് വരണം ഇന്ത്യയിൽ, അവരെ മുസ്ലിംസ് എല്ലാവരും കൊല്ലണം. അതിന് എന്ത് നടപടിയെടുത്തത്? നരേന്ദ്രമോദിയോ BJPയോ? മൂന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ട് ഈ പോലീസ് ഇത്ര വലിയൊരു FIR ഉന്നയിച്ചിരിക്കുക എൻ്റെ മേലെ, ഇത്ര വലിയ വകുപ്പ്? എനിക്ക് മനസ്സിലാക്കണം. കുറേ CPM നേതാക്കളും ഇത് പറയുന്ന കാര്യമാണ്, രാവും പകലും രാത്രിയും. എന്തുകൊണ്ട് ഷമാ മുഹമ്മദിൻ്റെ മേലെ കേരള പോലീസ് ഇത്ര വലിയൊരു വകുപ്പിട്ടിരിക്കുകയാണ്? അത് നിങ്ങൾ കേരള പോലീസ് ആരെ കീഴിലാണ്? ആഭ്യന്തരമന്ത്രിനോട് ഈ കാര്യം ചോദിക്കണം. ആരെ ആഭ്യന്തരമന്ത്രി? പിണറായി വിജയനോട് ഇത് നിങ്ങൾ ചോദിക്കണം. എന്തുകൊണ്ട് ഫാസിസത്തിൻ്റെ എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിൻ്റെ മേലെ ഇത്ര വലിയ വകുപ്പിട്ടിരിക്കുകയാണ്? ആ പ്രസംഗത്തിൽ പള്ളികൾ ഉണ്ടാകില്ല എന്നുള്ള, വീണ്ടും അധികാരത്തിൽ വന്നാൽ പള്ളികൾ ഉണ്ടാകില്ല എന്നുള്ള തരത്തിൽ, അതൊരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സംസാരമായാണ്. ചിലപ്പം പള്ളികൾ ഉണ്ടാവില്ല, ചിലപ്പം. അപ്പം ഞാൻ ചോദിക്കുന്നു, അതല്ലേ പറ്റിയത്? ഇവിടെ മണിപ്പൂരിലൊരു ഉദാഹരണമുണ്ട്. ആരെ മേലെ നിങ്ങൾ നടപടിയെടുത്തത്? ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് പേടിയില്ല. എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുക പേടിക്കാൻ പാടില്ല. രാഹുൽജി ഇപ്പം വന്നു പോയിട്ടേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ട് ഒരു പേടിയില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനൊന്നും പിൻവലിക്കാനും ഉറച്ചു നിൽക്കാൻ പോവാം. കേസ് നേരിടും, എന്തായാലും നേരിടും.